ദൈവത്തിൻ്റെ ഉപകാരങ്ങൾ അല്ലെങ്കിൽ ദൈവത്തിൻ്റെ സന്നദ്ധിയിൽ നിന്നും പ്രാപിക്കപ്പെട്ട ബെനിഫിറ്റ് മറന്നുപോയ ഒരു രാജാവിനെ കാണാം. അത് ദീർഘകാലത്തേക്ക് മറന്നിട്ടില്ല, ഒരു ചെറിയ സമയത്തേക്ക് അവൻ്റെ ജീവിതത്തിൽ ദൈവം ചെയ്തതാകുന്ന ഉപകാരമൊന്ന് മറക്കുവാനിടയായി. ഒന്ന് വായിക്കാം, 32:22 ദിനവൃത്താന്തം. ആമേൻ. ആമേൻ. നോക്കണമേ, ദൈവത്തിൻ്റെ സന്നദ്ധിയിൽ അവന് ലഭിച്ചതാകുന്ന ഉപകാരങ്ങൾ വായിച്ചാട്ടെ. ഉപകാരത്തിന് ഒത്തവണ്ണം അല്ലെങ്കിൽ അടുത്തവണ്ണം നടക്കാതെ അവൻ്റെ ഹൃദയം ഒന്ന് ലിഫ്റ്റപ്പ് ചെയ്തു എന്ന് വെച്ചാൽ എന്തുവാ? ഒരല്പ നിമിഷത്തേക്ക് അവൻ ആ ഉപകാരങ്ങളൊന്നും മറന്നു. പ്രൈസ് ദി ലോർഡ്. ഹിസ്കിയാവിൻ്റെ ജീവിതത്തിൽ ദൈവം ചെയ്തതാകുന്ന അത്ഭുതങ്ങൾ എന്തൊക്കെയാ? ദൈവം ചെയ്തതാകുന്ന ആനുകൂല്യം എന്തോ? അവിടെയാണ് കാര്യം കിടക്കുന്നത്. മറ്റാർക്കും ലഭിക്കപ്പെടാത്ത വലിയൊരു ആനുകൂല്യം, ലോകം കണ്ടിട്ടില്ലാത്ത, ഇതുവരെ ചരിത്രത്തിൽ ഇല്ലാത്ത വലിയൊരു ആനുകൂല്യം അവന് വേണ്ടി മാത്രമായിട്ട് ദൈവം അവന് ചെയ്തു. ആദ്യമേ ചെയ്തത് എന്താണെന്നറിയാമോ? പ്രൈസ് ദി ലോർഡ്. അശൂർ രാജാവായ സൻഹേരിബ് അവൻ്റെ സൈന്യവുമായിട്ട് ഹല്ലേലൂയ ഈ ഹിസ്കിയാവിൻ്റെ രാജ്യം പിടിച്ചടക്കുവാനായിട്ട് തീരുമാനിച്ചു. പാളയം ഇറങ്ങിയിരിക്കുകയാണ്. അവർ വിളിച്ചു പറയുന്നതാകുന്ന കാര്യങ്ങളൊക്കെ ഹല്ലേലൂയ അവനെ വേദനിപ്പിക്കുന്നതാണ്. അവൻ എന്തു ചെയ്തെന്നറിയാമോ? രാജാവും ഇസ്രായേൽ ജനവും ദൈവസന്നിധിയിൽ മുട്ടുകളെ മടക്കി. അവിടെ എങ്ങനെയാണ് എഴുതി? അവർ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുവാൻ തുടങ്ങി, അവർ നിലവിളിക്കുവാൻ തുടങ്ങി. കാരണം ഹല്ലേലൂയ അശൂർ സൈന്യം എന്ന് പറഞ്ഞാൽ ഈ രാജ്യത്ത് ഇസ്രായേൽ ജനതയെ മുഴുവനുമായിട്ട് അല്ലെങ്കിൽ നശിപ്പിച്ചു കളയുവാൻ ശക്തിയുള്ള പ്രബലരായ പരാക്രമശാലികളായ യോദ്ധാക്കളുള്ളവരാ. അവരാണിപ്പോൾ ഹല്ലേലൂയ എന്ത് ചെയ്യാൻ വന്നിരിക്കുന്നത്? ഇവനെ പിടിച്ചടക്കാൻ വന്നിരിക്കുന്നത്. അവൻ ദൈവത്തിൻ്റെ സന്നിധിയിൽ മുട്ടുകളെ മടക്കി പ്രാർത്ഥിച്ചപ്പോൾ 2 ദിനവൃത്താന്തങ്ങളുടെ പുസ്തകം 32-ാം അധ്യായം 21-ാമത്തെ വാക്യം. ആമേൻ. നോക്കണമേ, യഹോവയാകുന്ന ദൈവം എന്തോ അവന് വേണ്ടി ചെയ്യുന്ന ഉപകാരം എന്നറിയാമോ? അവന് വേണ്ടി മാത്രമായി ഒരു ആനുകൂല്യം കൊടുക്കുന്നു. അവന് വേണ്ടി ഒരു ദൂതനെ എന്തു ചെയ്യുന്നു? അയക്കുകയാ. ആർക്ക് വേണ്ടിയാ? പ്രൈസ് ദി ലോർഡ്. ഹിസ്കിയാവിന് വേണ്ടി, അവന്റെ രാജ്യത്തിന് വേണ്ടി, അവന്റെ നിലവിളിയുടെ ശബ്ദത്തിങ്കൽ അവനൊരു ആനുകൂല്യമായിട്ട്, അവനൊരു ഉപകാരമായിട്ട്, അല്ലെങ്കിൽ പ്രൈസ് ദി ലോർഡ് അവന് വേണ്ടിയതായ ഒരു ഗുണം അവന്റെ രാജ്യത്തിന് ഉണ്ടാകുന്നതിന് വേണ്ടി ഒരു ദൂതനെ അവന് വേണ്ടി അയക്കുന്നു. എന്തുവാ ദൂതൻ ചെയ്തത്? വായിച്ചട്ടെ. അവൻ ചെയ്തത് പരാക്രമശാലികളാകുന്ന സകലരെയും, പ്രഭുക്കന്മാരെയും സേനാധിപതിമാരെയും സംഹരിച്ചു കളഞ്ഞു. ആമേൻ. 6 ലജ്ജാമുഖത്തേക്ക് മടങ്ങി പോകേണ്ടി വന്നു. ആരാണ് ലജ്ജാമുഖത്തോടുകൂടി കടന്നു പോകേണ്ടി വന്നത്? അശൂർ രാജാവും അവന്റെ സൈന്യവും. അവന്റെ പ്രഭുക്കന്മാരെ മുഴുവനുമായി കർത്താവിന്റെ ദൂതൻ നശിപ്പിച്ചു. പരാക്രമശാലികളാകുന്ന യോദ്ധാക്കളെ ഇല്ലാതെയാക്കി. പ്രൈസ് ദി ലോർഡ്. സേനാധിപതിമാരെ നശിപ്പിച്ചു. അപ്പോൾ ഹല്ലേലൂയ അവരെന്തുവാ സംഭവിച്ചത്? ലജ്ജയോടുകൂടി ഹല്ലേലൂയ അവർ മടങ്ങിപ്പോകേണ്ടി വന്നു. പ്രൈസ് ദി ലോർഡ്. ഇന്ന് പകൽക്കാലം ഓർത്തുകൊള്ളണം, അവിടെ ഒരു ദൂത് കിടപ്പുണ്ട്. ദൈവത്തിന്റെ ജനമേ, നമ്മെ നശിപ്പിച്ചു കളയുവാൻ, നമ്മെ ഇല്ലാതെയാക്കുവാൻ, നമ്മെ ഒറ്റപ്പെടുത്തുവാൻ, ഈ ദേശത്ത് നിന്നും ഓടിച്ചു കളയുവാൻ, നിങ്ങൾ ആയിരിക്കുന്ന അവസ്ഥയിൽ നിന്നും മാറ്റിച്ചു കളയുവാൻ, നിങ്ങളെ ലജ്ജിപ്പിച്ചു കളയുവാൻ നോക്കിയ ഒരു സമൂഹമുണ്ട്. പ്രൈസ് ദി ലോർഡ്. ആ സമൂഹത്തിന്റെ മുമ്പിൽ ഹല്ലേലൂയ നിങ്ങൾ ലജ്ജയില്ലാതെ നിൽക്കുന്നെങ്കിൽ അത് നിങ്ങളുടെ ജീവിതത്തിന് മേൽ ദൈവം ചെയ്ത ഉപകാരമാണ്. ലജ്ജ കൂടാതെ നിങ്ങൾ ദൈവസന്നിധികൾ ഹല്ലേലൂയ കടന്നു വരുവാൻ ഇടയാകുന്നുവെങ്കിൽ അത് നിങ്ങളുടെ ജീവിതത്തിന് മേൽ ദൈവം നൽകപ്പെട്ടിരിക്കുന്നതാകുന്ന ഉപകാരമാണ്. അശൂർ സൈന്യം എങ്ങനെയാ മടങ്ങിപ്പോയത്? അവർ ലജ്ജാമുഖത്തോടുകൂടി മടങ്ങിപ്പോകേണ്ടി വന്നു. എന്തുകൊണ്ടാണ് അവർ മടങ്ങിപ്പോകേണ്ടി വന്നത്? ദൈവം അവന് വേണ്ടി ഒരു ദൂതനെ അയച്ചത് നിമിത്തം. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ കർത്താവ് എവിടെയൊക്കെ ദൂതന്മാരെ അയച്ചിട്ടുണ്ട്, എവിടെയൊക്കെ നമ്മൾ ലജ്ജിച്ചു പോകേണ്ടി വന്നിട്ടുണ്ട്. പ്രൈസ് ദി ലോർഡ്. നമുക്കെതിരെ എത്ര പ്രഭുക്കന്മാർ വന്നിട്ടുണ്ട്, അല്ലെങ്കിൽ എത്ര ധൈര്യശാലികൾ നമുക്ക് മുമ്പേ നിന്നിട്ടുണ്ട്, അല്ലെങ്കിൽ എത്ര സേനാധിപതിമാരെ പോലെയുള്ളവർ നിന്നിട്ടുണ്ട്.
നമ്മെ ഇല്ലാതെയാക്കുവാൻ നോക്കിയ സമൂഹത്തിന്റെ നടുവിൽ ലജ്ജ കൂടാതെ നിൽക്കുന്നതിന്റെ കാരണം എന്താണെന്ന് ചോദിച്ചാൽ, നീ ദൈവസന്നിധിയിൽ മുട്ടുകളെ മടക്കിയതിന്റെ നിമിത്തമാ. നീ കണ്ണുനീരൊഴുക്കിയതിന്റെ നിമിത്തമാ നീ ലജ്ജ കൂടാതെ നിൽക്കുവാൻ ഇടയായി തീർന്നത്. അതുകൊണ്ടാണ് അശൂർ സൈന്യം ലജ്ജയോടുകൂടി അവർ കടന്നു പോകേണ്ടി വന്നത്. വായിച്ചാട്ടെ, തന്മൂലം സകല ജാതികളിലും വെച്ച് ആമേൻ. ആ ആമേൻ. പ്രൈസ് ദി ലോർഡ്. താപ്പോട്ട് വായിക്കുമ്പോൾ ഇങ്ങനെ സകല ജാതികളിലും വെച്ച് അവൻ ബഹുമാനമുണ്ടായി, അല്ലെങ്കിൽ സകല ജാതികളുടെയും ദൃഷ്ടിയിൽ അവൻ ഉന്നതനായി തീർന്നു എന്ന ഒരു വാക്യം കൂടി അവിടെയുണ്ട്. ആമേൻ, ആമേൻ, ആമേൻ. നോക്കണമേ, എങ്ങനെ അവൻ ഉന്നതനായത്? അവന്റെ കഴിവുകൊണ്ടാണോ? പ്രൈസ് ദി ലോർഡ്. ദൈവം അവന്റെ ജീവിതത്തിൽ ഒരു ഉപകാരം ചെയ്തത് കൊണ്ട് സകല ജാതികളുടെയും ദൃഷ്ടിയിൽ അവൻ ഉന്നതനായി. ഇന്ന് ആരെങ്കിലും ഉന്നതനായി നിൽക്കുന്നെങ്കിൽ ഓർത്തുകൊള്ളണം, അത് നമ്മുടെ മിടുക്കല്ല, നമ്മുടെ കഴിവല്ല, നമ്മൾക്ക് വേണ്ടി ദൈവം ചെയ്ത ഉപകാരം നിമിത്തമാണ് ജീവിതത്തിൽ എന്തെങ്കിലും നിങ്ങൾ ആയി തീർന്നിട്ടുണ്ടെങ്കിൽ അത് എന്ന് ഓർത്തുകൊണ്ട് ദൈവത്തെ സ്തുതിക്കുവാൻ ഇടയാകണം. അവൻ ഉന്നതനായി ബഹുജാതികളുടെ മുമ്പിൽ, സകല ജാതികളുടെയും ദൃഷ്ടിയിൽ അവൻ ഉന്നതനായി, അവന് ബഹുമാനം ലഭിച്ചു. ഇത് അവന്റെ ജീവിതത്തിൽ ലഭിക്കപ്പെട്ട ആദ്യത്തെ അനുഭവമാണ്, ഇല്ലയോ? പ്രൈസ് ദി ലോർഡ്. ഈ അനുഭവമാണ് അവൻ മറന്നത്. പ്രൈസ് ദി ലോർഡ്. അല്പനിമിഷത്തേക്ക് ഹിസ്കിയാവിന് എന്തു സംഭവിച്ചു? അവന്റെ ഹൃദയം ഒന്ന് ഉയരുവാനിടയായി തീർന്നത്, അവന്റെ ഹൃദയം ഒന്ന് നിഗളിക്കുവാനിടയായി തീർന്നത്, ദൈവം നൽകപ്പെട്ടിരിക്കുന്നതാകുന്ന ഈ ആനുകൂല്യം അവൻ അല്പനേരത്തേക്ക് അവൻ മറക്കുവാനിടയായി. രണ്ടാമത്തെ ഒരു ഭാഗമുണ്ട്, ഹിസ്കിയാവിന്റെ ആസന്നമാകുന്ന മരണം. ഹല്ലേലൂയ. അവന്റെ പ്രാർത്ഥന കേട്ടിട്ട് എന്തുവാ ദൈവം ചെയ്തത്? പ്രൈസ് ദി ലോർഡ്. അവന് സൗഖ്യം വരുത്തുക മാത്രമല്ല, പ്രൈസ് ദി ലോർഡ്, സൂര്യഘടികാരത്തിലേക്ക് ഇറങ്ങിപ്പോയ നിഴൽ 10 പടി പിന്നോക്കം തിരിച്ചു കൊണ്ടുവന്നു. ദൈവം ചെയ്ത വലിയൊരു അത്ഭുതമല്ലയോ? അവന്റെ ആയുസ്സിനെ യഹോവയാകുന്ന ദൈവം ദീർഘമാക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഇതാണ് അവന്റെ ജീവിതത്തിൽ ലഭിക്കപ്പെട്ട രണ്ടാമത്തെ ആനുകൂല്യം. ഇന്ന് ലോകത്തിൽ ആർക്കും ലഭിക്കപ്പെടാത്ത വലിയൊരു ആനുകൂല്യമാണ്. എന്നേ നമ്മൾ നശിച്ചു പോകേണ്ടുന്നവരായിരുന്നു. എനിക്ക് ഹല്ലേലൂയ ദൈവസന്നിധിയിൽ നിന്നുകൊണ്ട് ഹൃദയത്തിൽ കൈവച്ച് പറയാൻ പറ്റും, എൻ്റെ ചെറിയ പ്രായത്തിൽ തന്നെ ഞാൻ ലോകത്തു നിന്ന് മാറ്റപ്പെട്ടു പോകേണ്ടവനായിരുന്നു. മരണം എന്നെ 2, 3, 4 പ്രാവശ്യം എന്നെ പിടിച്ചവനായിരുന്നു. എന്നാൽ അതിലൊട്ടും വരുത്താത്തതിൻ്റെ കാരണം എന്താണെന്ന് ചോദിച്ചാൽ, ദൈവത്തിൻ്റെ അതൊരു ഉപകാരമായിരുന്നു എന്ന് എനിക്ക് ഓർക്കുമ്പോഴാണ് എനിക്കറിയാതെ ദൈവസന്നിധിയിൽ കരയുവാനിടയാകുന്നത്, എനിക്കറിയാതെ ദൈവസന്നിധിയിൽ ആനന്ദിക്കുവാനിടയാകുന്നത്, കണ്ണുനീരിൽ കണ്ണുനീർ ധാരധാരായി ഒഴുകുവാനിടയാകുന്നത്. എൻ്റെ ജീവിതത്തിന് മേൽ ചെയ്തതാകുന്ന അതിശയ പ്രവൃത്തികളെ ഓർത്തുകൊണ്ട ഹിസ്കിയാവിന്റെ ജീവിതത്തിൽ രണ്ടാമത് ലഭിക്കപ്പെട്ട അനുഭവം എന്താ? അവന്റെ ആയുസ്സിനെ ദൈവം ദീർഘമാക്കുന്നു. അവന്റെ ആസന്നമാകുന്ന മരണത്തിൽ നിന്നും അവനെ എന്തു ചെയ്യുന്നു? ദൈവം അവനെ വിടുവിക്കുന്നു. ആ 2 അനുഭവം അവൻ മറന്നുപോകുന്നു. പ്രൈസ് ദി ലോർഡ്. ആ 2 അനുഭവം അവന്റെ ജീവിതത്തിൽ അല്പനിമിഷത്തേക്ക് അവൻ മറന്നിട്ട് അവന്റെ ഹൃദയം എന്തോ ചെയ്തത്? ഒന്ന് നിഗളിക്കുവാനിടയാകുന്നു. ആരുടെയെങ്കിലും ജീവിതത്തിൽ ഇങ്ങനെ നിഗളഭാവമുണ്ടെങ്കിൽ ഓർത്തുകൊള്ളണം, ദൈവത്തിന്റെ ആനുകൂല്യ നിമിത്തമാ നമ്മൾ ദൈവസന്നിധിയിലായിരിക്കുന്നത്. ദൈവത്തിന്റെ ആനുകൂല്യമില്ലെങ്കിൽ നമ്മൾക്കൊരു നിമിഷം പോലും ഈ ലോകത്തിൽ നമ്മൾക്ക് പിടിച്ചു നിൽക്കുവാൻ സാധ്യമല്ല. ദൈവത്തിന്റെ ആനുകൂല്യമില്ലെങ്കിൽ എന്നേ നമ്മൾ ലജ്ജിതരായി പോകേണ്ടി വരുമായിരുന്നു. ആ ആനുകൂല്യം മറന്നുപോയി നമ്മുടെ ജീവിതത്തിൽ നിഗളത്തിന്റെ അവസ്ഥയിലേക്ക് കടന്നു വന്നാൽ, ദൈവത്തിന്റെ ജനമേ, അത് ദൈവം നിങ്ങളെ ഓർമ്മിപ്പിക്കുവാനിടയാകും. 32-ാം അധ്യായം 33 അവസാന ഭാഗത്തിലേക്ക് വരുമ്പോൾ 2 ദിനവൃത്താന്തം, ഹൃദയത്തിലുള്ളത് അറിയുവാൻ തക്കവണ്ണം അവനെ പരീക്ഷിക്കേണ്ടതിന് വേണ്ടി ദൈവം അവനെ വിട്ടുകൊടുത്തു. നോക്കണമേ, പ്രൈസ് ദി ലോർഡ്. ആനുകൂല്യങ്ങൾ പലതും അവന് പ്രാപിക്കുവാൻ കഴിഞ്ഞിട്ടുണ്ട്. ദൈവത്തിന്റെ സന്നിധിയിൽ നിന്ന് ഉപകാരങ്ങൾ എണ്ണി എണ്ണി പറയുവാൻ ഹിസ്കിയാവിനുണ്ട്.
എന്നാൽ അവന്റെ ഹൃദയത്തിലുള്ളത് അറിയണം ദൈവത്തിന്. ദൈവത്തിന് അറിയത്തില്ലയോ? ഓരോ മനുഷ്യന്റെ ഹൃദയത്തിൽ ഇരിക്കുന്നത് ദൈവത്തിനറിയാം. പക്ഷേ മനുഷ്യന്റെ ഹൃദയത്തിലുള്ളത് എന്താണെന്ന് അവനും കൂടി അറിയണമെങ്കിൽ അത് അവൻ്റെ ജീവിതത്തിൽ നിന്നും പുറത്തു കൊണ്ടുവരണം. ഞാൻ ആരാണെന്ന് എൻ്റെ ജീവിതത്തിന് അനുഭവത്തിലൂടെ ആ കടന്നു വരുന്നതാകുന്ന കാര്യങ്ങൾ കാണുമ്പോഴാണ് അല്ലെങ്കിൽ എനിക്ക് തന്നെ മനസ്സിലാക്കുവാൻ പറ്റുന്നത് ഞാൻ ആരാന്ന്. അല്ലെങ്കിൽ ഇവിടെ എന്തോ പറയുന്നത്, ഹൃദയത്തിൽ 32-31 എടുക്കാമോ? രണ്ടാമത്തെ ഹൃദയത്തിലുള്ളത് അറിയുവാൻ തക്കവണ്ണം, അവന്റെ ഹൃദയത്തിലുള്ളതൊക്കെയും അറിയുവാൻ തക്കവണ്ണം അവനെ പരീക്ഷിക്കേണ്ടതിന്. നോക്കണമേ ദൈവത്തിന്റെ പൈതലേ, ആനുകൂല്യം പ്രാപിച്ച ഒരു മനുഷ്യൻ, അവന്റെ പ്രാർത്ഥന കേട്ട് യഹോവയാകുന്ന ദൈവത്തിന്റെ ദൂതൻ ഇറങ്ങി വന്ന് അവനെയും അവന്റെ രാജ്യത്തെയും രക്ഷിച്ചവനാകുന്ന ദൈവം, അവന്റെ ആയുസ്സിനെ ദീർഘമാക്കി കൊടുത്തവനാകുന്ന ദൈവം, അവന്റെ ഹൃദയത്തിലുള്ളതിനെ പുറത്തു കൊണ്ടുവരുത്തുന്നതിന് വേണ്ടി അവനെ പരീക്ഷിക്കേണ്ടതിന് ദൈവം അവനെ എന്തു ചെയ്യുന്നു? വിട്ടുകൊടുക്കുന്നു. ഹല്ലേലൂയ. കർത്താവിന്റെ സന്നിധിയിൽ ഓർത്തന, കർത്താവ് നമ്മെ പലപ്പോഴും ഒരു പരീക്ഷയുടെ അവസ്ഥയിലേക്ക് വിട്ടുകൊടുത്താൽ നമ്മൾ നിൽക്കുവോ ദൈവസന്നിധിയിൽ? പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഓർത്തോണം, ദൈവം ഹല്ലേലൂയ ഹിസ്കിയാവിനെ വിട്ടുകൊടുത്തു. എന്തിനു വേണ്ടി? അവന്റെ ഹൃദയത്തിലുള്ളത് പുറത്തു കൊണ്ടുവരുത്തുവാൻ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. എന്തുകൊണ്ടാണെന്ന് അറിയാമോ? എനിക്ക് മനസ്സിലാക്കിയത്, എൻ്റെ ഹൃദയത്തിലുള്ളത് എനിക്ക് ബോധ്യമാകണമെങ്കിൽ എന്നെ പരീക്ഷയിലൂടെ കടത്തിവിട്ടെങ്കിലേ പറ്റൂ. അതാണ് ദൈവം ആഗ്രഹിക്കുന്നത്. ദൈവത്തിനറിയാം ഹിസ്കിയാവിന്റെ ഹൃദയം. ഹൃദയങ്ങളെ പണിഞ്ഞവനായ എൻ്റെ ദൈവം, ഇല്ലയോ? മനുഷ്യന്റെ ചിന്തകളെയും വിചാരങ്ങളെയും ഉൾപ്പുകളെയും അറിയുന്നവനാകുന്ന ദൈവത്തിന്, ഈ സകല ചരാചരങ്ങളെയും സൃഷ്ടിച്ച ദൈവത്തിന് മനുഷ്യന്റെ ഹൃദയത്തിൽ ഇരിക്കുന്നത് എന്താണെന്ന് അറിയാൻ പറ്റത്തില്ലയോ? പിന്നെന്തുകൊണ്ട് ദൈവം വിട്ടുകൊടുത്തു? ചിന്തിച്ചോണം. ദൈവം അവനെ വിട്ടുകൊടുക്കുന്നു പരീക്ഷിക്കേണ്ടതിന് വേണ്ടി. എന്തിനാ? അവന്റെ ഹൃദയത്തിലുള്ളത് പുറത്തു കൊണ്ടുവരുവാൻ. ഉപകാരങ്ങൾ ലഭിക്കുമ്പോൾ, നന്മകൾ ലഭിക്കുമ്പോൾ, പദവികൾ ലഭിക്കുമ്പോൾ, അർഹിക്കാത്തതൊക്കെയും ജീവിതത്തിന്മേൽ നമ്മൾ ലഭിക്കുമ്പോൾ ഒരു കാര്യം ഓർത്തുകൊള്ളണം, നിങ്ങളെ ദൈവം പരീക്ഷിക്കും. നിങ്ങളുടെ ഹൃദയത്തിൽ അല്ലെങ്കിൽ നിങ്ങൾ എങ്ങനെയായിരിക്കുന്നു എന്ന്. പലപ്പോഴും വീണു പോകുന്നത് എന്തുകൊണ്ടാണെന്നറിയാമോ? ചിലത് അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ പ്രാപിച്ചെടുക്കുവാൻ കഴിയുമ്പോൾ ദൈവത്തെ മറന്നുള്ള ഒരു ജീവിതം നിങ്ങൾ നയിക്കുകയാണെങ്കിൽ, ദൈവം നിങ്ങൾക്ക് ദാനമായി നൽകിയതാണെന്നും ദൈവത്തിന്റെ ഉപകാരമാണെന്നും ഉള്ളത് മറന്നുപോയാൽ പിന്നെ നിങ്ങളുടെ ജീവിതം എന്തായിരിക്കും? അതുകൊണ്ട് ദൈവത്തിന്റെ പൈതലെ, നിങ്ങൾ ഭയത്തോടെ വേണം ക്രിസ്ത്യ ജീവിതം നയിപ്പാൻ. ദൈവം എന്തെങ്കിലും ആനുകൂല്യം നിങ്ങളുടെ ജീവിതത്തിന്മേൽ നൽകിയിട്ടുണ്ടെങ്കിൽ, എന്തെങ്കിലും ഉപകാരങ്ങൾ ദൈവസന്നിധിയിൽ നിങ്ങൾക്ക് പ്രാപിച്ചെടുക്കുവാൻ കഴിഞ്ഞെങ്കിൽ, ദൈവത്തിന്റെ ആലയത്തിലേക്ക് വരുമ്പോൾ അടങ്ങിയിരിക്കുവാൻ ഇടയാകരുത്. ആ ഉപകാരങ്ങൾ ഓർത്തുകൊണ്ട് ദൈവത്തെ സ്തുതിച്ചു കൊള്ളണം. നിങ്ങൾ മറന്നുപോയാൽ ദൈവം നിങ്ങളെ ഓർമ്മിപ്പിക്കും. ഓർമ്മിപ്പിക്കുന്ന ഒരു ദൈവമായ എൻ്റെ ദൈവം. അവൻ ഓർമ്മിപ്പിക്കുമ്പോൾ മടങ്ങി വരുവാൻ നിങ്ങൾക്ക് മനസ്സില്ലെങ്കിൽ നിങ്ങൾ വീണുപോകും. ഓടിയതും അധ്വാനിച്ചതും വൃഥാവായി പോകും. ദൈവസന്നിധിക്ക് നിങ്ങൾ പ്രാപിക്കുന്നതാകുന്ന നന്മകളും അനുഗ്രഹങ്ങളും നമ്മുടെ കഴിവോ നമ്മുടെ മിടുക്കോ ഒന്നും അല്ലെന്ന് നിങ്ങൾ വിചാരിച്ചു കൊള്ളണം. ദൈവത്തിന്റെ ആനുകൂല്യമാണെന്നുള്ള കാര്യം മറന്നു പോകരുത്. ദൈവത്തിന്റെ ഉപകാരമാണെന്നുള്ള കാര്യം മറന്നു പോകരുത്. ആ ഗുണമുള്ളവനോട് നാം ചേർന്ന് നിന്നതുകൊണ്ടാണെന്നുള്ള കാര്യം മറന്നു പോകരുത്. നമ്മുടെ ഹൃദയത്തിൽ ഇരിക്കുന്ന ദുഷ്ടതയും വഞ്ചനയും എന്തുമാത്രം ഉള്ളതാണെന്ന് പുറത്തു കൊണ്ടുവരുവാൻ ദൈവം എന്തു ചെയ്യുന്നു? അനുവദിക്കുന്നു. 40 വർഷക്കാലം ഇസ്രായേൽ ജനത്തെ മരുഭൂമിയിലൂടെ നടത്തി. ആവർത്തന പുസ്തകം 8-ാം അധ്യായത്തിലേക്ക് 8-ാം അധ്യായം 2-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ, നിന്റെ ദൈവമാകുന്ന യഹോവ നിന്നെ താഴ്ത്തുവാനും, ടു ബി ഹംബിൾ ആൻഡ് പ്രൂവ് ദാറ്റ്, കൽപ്പനകൾ പ്രമാണിക്കുകയോ ഇല്ലയോ എന്നറിയുവാനും, നിന്നെ പരീക്ഷിച്ച് നിന്റെ ഹൃദയത്തിൽ ഇരിക്കുന്നത് പുറത്തു കൊണ്ടുവരുത്തുവാൻ 40 വർഷക്കാലം മരുഭൂമിയിലൂടെ ദൈവം വഴി നടത്തി. ഒന്ന് വായിക്കാമോ? 2. യഹോവയാകുന്ന ദൈവം നിന്നെ താഴ്ത്തുവാൻ, കൽപ്പനകൾ പ്രമാണിക്കുമോ ഇല്ലയോ എന്ന് നിന്നെ പരീക്ഷിച്ച്, ആമേൻ,
ആമേൻ, ആമേൻ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇസ്രായേൽ ജനത്തെ മരുഭൂമിയിലൂടെ ദൈവം വഴി നടത്തിയത് എന്തിനാ? ചുമ്മാതങ്ങ് വഴി നടത്തിയതാണോ? പ്രൈസ് ദി ലോർഡ്. ദൈവത്തിനൊരു ചിന്തയുണ്ട്. അവരുടെ ഹൃദയത്തിലിരിക്കുന്നതിനെ ദൈവത്തിന് പുറത്തു കൊണ്ടുവരുത്തണം. അപ്പോൾ ഒരു 10, 60, 70, 80 വർഷക്കാലം കർത്താവിൻ്റെ സന്നിധിയിൽ നമുക്ക് ആയുസ് ദൈവം നൽകിയിട്ടുണ്ടെങ്കിൽ ദൈവവും അത് തന്നെയാ നമ്മെക്കുറിച്ചും ആഗ്രഹിക്കുന്നത്. നമ്മുടെ ഹൃദയത്തിലിരിക്കുന്നതിനെ അവൻ പുറത്തു കൊണ്ടുവരുത്തും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നിന്റെ ഹൃദയത്തിൽ എന്താണോ ഇരിക്കുന്നത് അത് നിന്റെ ജീവിതയാത്രയിൽ യഹോവയാകുന്ന ദൈവം പുറത്തു കൊണ്ടുവരും. അതാ ഞാൻ പറഞ്ഞു, നിന്നെ ഓർമ്മിപ്പിക്കുന്ന ഒരു ദൈവമാണ് നമ്മുടെ ദൈവം. അവൻ പുറത്തു കൊണ്ടുവരുത്തുമ്പോൾ ഹല്ലേലൂയ, നിന്റെ ഹൃദയത്തിൽ നിന്നും വരുന്നത് എന്തുവാ? പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അത് നമ്മൾ തന്നെ ചിന്തിച്ചോണം. അത് ഓരോരുത്തരും വിചിന്തനം ചെയ്യണം. ഞാൻ എന്നെ തന്നെ ചോദ്യം ചെയ്യണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഞാനിങ്ങനെ ചൂണ്ടുമ്പോൾ ഹല്ലേലൂയ, ബാക്കി വിരലുകൾ എൻ്റെ മുകളിൽ ചൂണ്ടുന്നത് പോലെ നാം നമ്മെ തന്നെ ഒന്ന് വിചിന്തനം ചെയ്യണം. എൻ്റെ ഹൃദയത്തിൽ നിന്നും ഹല്ലേലൂയ ഈ 50 അല്ലെങ്കിൽ 60, 70, 80 വർഷക്കാലം ഈ മരുഭൂപ്രയാണ യാത്രയിൽ എൻ്റെ ജീവിതം നയിക്കപ്പെടുമ്പോൾ എൻ്റെ ഹൃദയത്തിൽ ഇരിക്കുന്നതിനെ പുറത്തു കൊണ്ടുവരുത്തുവാൻ ദൈവം പരീക്ഷകളിലൂടെ വഴി നടത്തപ്പെടുമ്പോൾ ഞാൻ എങ്ങനെയായിരിക്കുന്നു? എൻ്റെ ദൈവം എൻ്റെ ജീവിതത്തിൽ ചെയ്തതാകുന്ന ഉപകാരങ്ങൾ, ആനുകൂല്യങ്ങൾ ജീവിതത്തിന് മേൽ ഒന്നിനു പുറകെ ഒന്നായി അനുഭവിച്ച് ഹൃദയം നിഗളിച്ചു പോകുന്ന അവസ്ഥയിലാണോ ഞാൻ ആയിരിക്കുന്നത്? അത് നമ്മൾ തന്നെ ഇന്ന് പകൽക്കാലം ചിന്തിച്ചിട്ട് കടന്നു പോകുവാൻ ഇടയാകണം. 8-ാം അധ്യായം 17-ാമത്തെ വാക്യത്തിലുണ്ട്, എൻ്റെ ശക്തിയും എൻ്റെ കൈയുടെ ബലവും ഈ സമ്പത്തുണ്ടാക്കി എന്ന് നിന്റെ ഹൃദയത്തിൽ പറയാതിരിപ്പാൻ. എന്തിനാണ് ഇവർ നമ്മെ പരീക്ഷിക്കുന്നത്? പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഞാനാണിതുണ്ടാക്കിയതെന്നുള്ള ചിന്ത നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാതിരിക്കുന്നതിന് വേണ്ടിയാ. അതുകൊണ്ടാണ് ദൈവം പറഞ്ഞത്, എൻ മനമേ യഹോവയെ വാഴ്ത്തുക, എന്റെ സർവാന്തരംഗമേ അവന്റെ വിശുദ്ധ നാമത്തെ വാഴ്ത്തുക. എൻ മനമേ യഹോവയെ വാഴ്ത്തുക, അവന്റെ ഉപകാരങ്ങളൊന്നും മറക്കരുത്. എൻ്റെ ദൈവം എൻ്റെ ജീവിതത്തിൽ ചെയ്തതാണ് ഈ സമ്പത്ത്. എൻ്റെ ദൈവം എൻ്റെ ജീവിതത്തിൽ ചെയ്തതാണ് ഈ ബലം. എൻ്റെ ദൈവം എൻ്റെ ജീവിതത്തിൽ ചെയ്തതാണ് ഞാൻ കാണുന്നതും അനുഭവിക്കുന്നതും എല്ലാമെന്ന് എൻ്റെ ഹൃദയത്തിൽ പറയുവാനിടയാകണം. എത്ര പേർക്ക് ദൈവത്തിന്റെ സന്നിധിയിൽ പറയാൻ പറ്റും, കർത്താവേ, ഞാൻ ആയിരിക്കുന്നത് കൃപയാല. ഞാൻ എന്തെങ്കിലും നേടിയിട്ടുണ്ടെങ്കിൽ അതെന്റെ ദൈവം എൻ്റെ ജീവിതത്തിൽ നൽകപ്പെട്ട ആനുകൂല്യമാ, ബെനിഫിറ്റാ, അത് ദൈവത്തിന്റെ ഗുണമാ. അത് ഓർത്തുകൊണ്ട് ദൈവത്തെ ഇന്ന് പകൽക്കാലം ആരാധിക്കുവാനിടയാകട്ടെ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. 8-ാം അധ്യായം 19-ാമത്തെ വാക്യം, നിന്റെ ദൈവമായ യഹോവയെ നീ മറക്കുകയും അന്യ ദൈവങ്ങളെ പിന്തുടർന്നവയെ സേവിക്കുകയും നമസ്കരിക്കുകയും ചെയ്താൽ നിങ്ങൾ നശിച്ചു പോകും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം മറക്കരുത് ദൈവത്തിന്റെ ജനമേ, നാം മറക്കുവാനിടയാകരുത്. പ്രൈസ് ദി ലോർഡ്. എൻ്റെ യഹോവയെ നീ മറന്നാൽ, എൻ്റെ ദൈവത്തെ നീ മറന്നാൽ, ഈ ഉപകാരം ചെയ്തവനെ നീ മറന്നാൽ, ഈ ആനുകൂല്യം നൽകിയവനെ നീ മറന്നാൽ, അവിടെ വ്യക്തമായി എഴുതിയിരിക്കുന്ന ഒറ്റ പദമാ, പ്രൈസ് ദി ലോർഡ്, നാം എന്തായി പോകും? നശിച്ചു പോകുവാനിടയാകും. ആമേൻ, ആമേൻ. പ്രൈസ് ദി ലോർഡ്. എത്ര പേർക്ക് ദൈവസന്നിധിയിൽ പറയാൻ പറ്റും, കർത്താവേ, എനിക്ക് നൽകപ്പെട്ടതും ഞാൻ ആയിരിക്കുന്നതും ദൈവം നൽകപ്പെട്ടിരിക്കുന്ന ദാനമാ, ദൈവത്തിന്റെ ഉപകാരമാ ഞാൻ ആയുസ്സോടെ കൂടി ആയിരിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. ഹിസ്കിയാവ് എന്തുവാ ചെയ്തത്? തന്റെ ഗർവത്തെ കുറിച്ച് അവൻ തന്നെത്താനെ ഓർക്കുവാനിടയായി. 2 ദിനവൃത്താന്തങ്ങളുടെ പുസ്തകം 32-ാം അധ്യായം 26-ാമത്തെ വാക്യം, അവന്റെ ഹൃദയം അല്പനിമിഷത്തേക്കൊന്ന് ഗർവിച്ചെങ്കിലും എങ്കിലും ഒന്ന് വായിക്കാം. 32-26. ആമേൻ. മതി. പ്രൈസ് ദി ലോർഡ്. ഒരു നിമിഷത്തേക്ക് ഹിസ്കിയാവിന്റെ ജീവിതത്തിന് മേൽ പ്രൈസ് ദി ലോർഡ് ഒരു ഗർവുണ്ടായപ്പോൾ, ദൈവം ചിലത് അവനെ ഓർമ്മിപ്പിക്കുവാനിടയായപ്പോൾ, അവന്റെ ഹൃദയത്തെ ദൈവം പരീക്ഷിക്കുവാനായിട്ട് വിട്ടുകൊടുത്തപ്പോൾ, അവന് ദൈവത്തിന്റെ സന്നിധിയിൽ എന്തുവാ ചെയ്യുന്നത്? അവൻ തന്നെ താഴ്ത്തുവാനിടയായി തീർന്നു. അത് ഹിസ്കിയാവിന്റെ ഒരു ഹല്ലേലൂയ വലിയ ഒരു ഗുണമാണ്. അത് നമുക്ക് അനുകരിക്കുവാൻ പറ്റിയ ഗുണമാണെന്നേ. നമ്മുടെ ജീവിതത്തിൽ എവിടെയെങ്കിലും ഒരു ഗർവ് കടന്നു വന്നിട്ടുണ്ടെങ്കിൽ, നമ്മുടെ ഹൃദയം ഒന്ന് ഉയർന്നിട്ടുണ്ടെങ്കിൽ, പ്രൈസ് ദി ലോർഡ്, ജീവിതത്തിൽ എവിടെയെങ്കിലും ഞാനെന്ന ഒരു ഭാവം ഉണ്ടായിട്ടുണ്ടെങ്കിൽ, പ്രൈസ് ദി ലോർഡ്, ദൈവത്തിന്റെ ആനുകൂല്യങ്ങളൊക്കെ ഒന്ന് മറന്നു പോയിട്ടുണ്ടെങ്കിൽ, ഹിസ്കിയാവ് ചെയ്തതുപോലെ, ഇസ്രായേൽ ചെയ്തതുപോലെ ദൈവസന്നിധിയിൽ നിന്ന് താഴ്ത്തുവാനിടയാകണം.
ഹിസ്കിയാവ് ചെയ്തത് എങ്കിലും. എങ്കിലും ആ ഒരു പദത്തിന് വലിയ അർത്ഥമുണ്ട് കർത്താവിന്റെ സന്നിധിയിൽ. എങ്കിലും അവൻ ജീവിതത്തിൽ ഹല്ലേലൂയ ദീർഘകാലത്തേക്ക് അവനൊന്നും മാറിപ്പോയില്ല. ആ ഒരൊറ്റ വാക്യത്തിൽ ഹല്ലേലൂയ 25-26 നമ്മൾ വായിക്കുന്നത്. ഒറ്റ നിമിഷത്തിനകത്ത് വെച്ച് അവന് മനസ്സിലായി അവൻ പോകുന്നത് ശരിയല്ലെന്ന്. അതാണ് പരിശുദ്ധാത്മാവിന്റെ പ്രവൃത്തി എന്ന് പറയുന്നത്. ദൈവത്തിന്റെ ആത്മാവ് ഹല്ലേലൂയ നമ്മളെ ഓർമ്മിപ്പിക്കുമ്പോൾ, അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, ദൈവത്തിന്റെ സന്നിധിയിൽ ഉപകാരങ്ങൾ പ്രാപിച്ചതാകുന്ന ദൈവജനത്തെ ദൈവം തന്റെ ഉപകാരങ്ങൾ ഓർമ്മിപ്പിക്കുന്ന ദൈവമാണ്. ഒരു ഭാഗം കൂടെ പഠിക്കുമ്പോൾ നിങ്ങൾക്ക് വ്യക്തമായി മനസ്സിലാക്കാൻ പറ്റും. പ്രൈസ് ഹല്ലേലൂയ. പെസഹ തിരുനിവാസം ഹല്ലേലൂയ മേഘം, ഇത് നമുക്കറിയാവുന്ന ഒരു വലിയ സംഭവമാണ്, ഇല്ലയോ? ഇസ്രായേൽ ജനത്തെ വഴി നടത്തിയത് എങ്ങനെയാ? പ്രൈസ് ഹല്ലേലൂയ. അവർ ഹല്ലേലൂയ ഇറങ്ങിത്തിരിക്കുന്നതാകുന്ന സമയത്ത് അവർ ഹല്ലേലൂയ ആചരിച്ച ഒരു പ്രൈസ് ഹല്ലേലൂയ ഒരു ഫെസ്റ്റിവലായിരുന്നു പെസഹ, ഇല്ലയോ? ഈ പെസഹ സീനായ് മരുഭൂമിയിലേക്ക് അവർ എത്തപ്പെട്ട് 2ാമത്തെ വർഷമായപ്പോൾ യഹോവയാകുന്ന ദൈവം അവരെ ഒന്ന് ഓർമ്മിപ്പിക്കുന്നു. ഇവരിറങ്ങിത്തിരിച്ചപ്പോൾ ഹല്ലേലൂയ പെസഹ ആചരിച്ചു. പക്ഷേ അവർക്ക് ആഹാരത്തിന് കുറവില്ല, ഒരു ബുദ്ധിമുട്ടുമില്ല. ദൈവം ഭംഗിയായിട്ട് അവരെ കൊണ്ടുപോകുന്നു. പ്രൈസ് ഹല്ലേലൂയ. അവിസ്മരണീയമാകുന്ന ഒരു അനുഭവം അവരുടെ ജീവിതത്തിൽ പ്രാപിച്ചെടുക്കുവാൻ കഴിഞ്ഞ ഒരു മാസമായിരുന്നു ഇസ്രായേൽ ജനം മിസ്രയീമിൽ നിന്ന് പുറപ്പെട്ടതാകുന്ന ആ മാസം. ഒരിക്കലും മറക്കരുതെന്നാ പറയുക. നിത്യ നിയമമായിട്ട് പുറപ്പാട് പുസ്തകം 12-ാം അധ്യായം 1 മുതൽ വാക്യങ്ങൾ വായിക്കുമ്പോൾ നമുക്കത് മനസ്സിലാക്കുവാൻ പറ്റും. ഈ ദിവസം നിങ്ങൾ ഓർമ്മ നാളായി വെക്കണമെന്ന് പരിശുദ്ധാത്മാവ്, ദൈവത്തിന്റെ ആത്മാവ് ഇസ്രായേൽ ജനത്തോട് പറയുന്നു. പെസഹ ആചരിച്ച ദിവസം ഒത്തിരി പ്രത്യേകതയാണ് പെസഹ എന്ന് പറയുന്നത്. നമ്മുടെ ഹല്ലേലൂയ യേശുക്രിസ്തുവിനോട് ഹല്ലേലൂയ ഉപമിച്ച് പഠിക്കുവാൻ പറ്റുന്ന ഒരു ഭാഗമാണ് പെസഹ എന്ന് പറയുന്നത്. അതിനൊരു വ്യവസ്ഥയുണ്ടായിരുന്നു. ആ വ്യവസ്ഥയുടെ അടിസ്ഥാനത്തിൽ അവർ പെസഹ ആചരിച്ച ദിവസവും പുറപ്പാട് പുസ്തകം എടുത്താട്ടെ 12-ാം അധ്യായം. അതിൽ 1 മുതൽ 14 വരെയുള്ള ഭാഗങ്ങൾ നിങ്ങൾ വീട്ടിൽ പോയി വായിച്ചാൽ മതി. ഈ ദിവസം നിങ്ങൾക്ക് ഓർമ്മ നാളായിരിക്കണമെന്നുള്ള ഭാഗം മാത്രം ഒന്ന് വായിച്ചാട്ടെ. പുറപ്പാട് പുസ്തകം 12 1 മുതൽ വായിച്ചോ. ആമേൻ. ആമേൻ. അത് എത്രാമത്തെ വാക്യ ഭാഷ? 14-ാമത്തെ വാക്യം. ഈ ദിവസം, ആമേൻ, പ്രൈസ് ഹല്ലേലൂയ. ഈ ദിവസം ഓർമ്മ നാളായിരിക്കണമെന്ന് പറഞ്ഞപ്പോൾ അവർ ആചരിച്ചൊരു പെസഹയുണ്ട്. ആ പെസഹയ്ക്കൊരു വ്യവസ്ഥയുണ്ട്. ആ വ്യവസ്ഥ എന്ന് പറയുന്നത് പുളിപ്പില്ലാത്ത അപ്പം കൊണ്ടാണ് അവർ പെസഹ ആചരിച്ചത്, ഇല്ലയോ? പ്രൈസ് ഹല്ലേലൂയ. ഈ പുളിപ്പ് എന്തുവാ കാണിക്കുന്നതെന്നറിയാമോ? ഹല്ലേലൂയ. 1 കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനം 5-ാം അധ്യായം അതിന്റെ 6, 7, 8 വാക്യങ്ങൾ വായിക്കുമ്പോൾ എന്താണ് ഈ പുളിപ്പെന്ന് വ്യക്തമായിട്ട് പറയുന്ന ചില ഭാഗങ്ങളുണ്ട്. ആമേൻ, ആമേൻ, ആമേൻ. നോക്കണമേ, ആകയാൽ വായിച്ചോട്ടെ, പഴയ പുളിമാവ് കൊണ്ടല്ല. അപ്പൊ പുളിമാവെന്ന് പറയുന്നത് എന്താണെന്ന് അവിടെ പറയുന്നുണ്ട്. തിന്മയും ദുഷ്ടതയുമാണ് ഈ പുളിമാവെന്ന് പറയുന്നത്. പ്രൈസ് ഹല്ലേലൂയ. അപ്പോൾ ഇവർ ഉപേക്ഷിക്കേണ്ടത് ഹല്ലേലൂയ തിന്മയും ദുഷ്ടതയുമാണ്. അങ്ങനെ ഒരു ഉപേക്ഷിച്ചുകൊണ്ടാണ് പുളിപ്പില്ലാത്ത അപ്പം കൊണ്ട് അല്ലെങ്കിൽ തിന്മയും ദുഷ്ടതയും വിട്ടിട്ട് 2-ാമത്തെ ഭാഗം, ആമേൻ. അപ്പോൾ സ്വച്ഛതയും സത്യവുമാകുന്ന പുളിപ്പില്ലാത്ത അപ്പം അവർ ആചരിച്ച ഹല്ലേലൂയ പെസഹ എന്ന് പറയുന്നത്, ആദ്യമേ അവർ എന്താണ് ഉപേക്ഷിക്കുന്നത്? തിന്മയും ദുഷ്ടതയും. ദൈവസന്നിധിയിലേക്ക് പുറപ്പെടുമ്പോൾ ഓർമ്മ നാളായിട്ട് വെക്കണമെന്ന് പറയുമ്പോൾ, ആത്മീയമാകുന്ന അർത്ഥത്തിലേക്ക് വരുമ്പോൾ അവർ ഉപേക്ഷിക്കുന്നതാകുന്ന ചില കാര്യങ്ങളുണ്ട്. 1 തിന്മയാണ്, 2 ദുഷ്ടതയാണ്. തിന്മയെന്ന് പറഞ്ഞാൽ എന്തുവാ? നീതിക്കും ന്യായത്തിനും വിരോധമായി തീരുന്നത് എന്തും തിന്മയാണ്, അല്ലയോ? നീതിക്കും ന്യായത്തിനും വിരോധമായിട്ടുള്ളത് എന്തും തിന്മയാണ്. ഇവരുടെ ജീവിതത്തിൽ ഇതുവരെ ലഭിക്കപ്പെട്ടതൊക്കെ എന്തുവാ?
നീതിക്കും ന്യായത്തിനും വിരോധമായിട്ടുള്ള തിന്മയെ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ഇസ്രായേൽ ജനമാണ്. അതിനോടുള്ള ബന്ധത്തിലാണ് ഇതിനെ രണ്ടുമാണ് ഉപേക്ഷിക്കാൻ പോകുന്നത്. ഈ ഉപേക്ഷിക്കുന്നത് അവർ ഓർമ്മയായിട്ട് വെക്കുകയും വേണം. അത് കഴിഞ്ഞിട്ട് അവർ എടുക്കേണ്ടതാകുന്ന കാര്യം എന്തുവാ? സിൻസിയാരിറ്റി, സ്വച്ഛത, 2 സത്യം. ഇത് രണ്ടും ഏറ്റെടുത്തുകൊണ്ട് അവരുടെ ക്രിസ്ത്യ ജീവിതത്തിന്റെ അല്ലെങ്കിൽ മരുഭൂപ്രയാണ യാത്രയുടെ ആരംഭം കുറിക്കുകയാണ്. ഈ യാത്ര അവർ നടത്തിക്കൊണ്ട് പോകുമ്പോൾ 2 വർഷം കഴിയുമ്പോഴാണ് മോശ ഇതോ അല്ലെങ്കിൽ ദൈവസന്നിധിയിൽ പരിശുദ്ധാത്മാവ് ഓർമ്മിപ്പിക്കുന്നു. 1 വർഷം ഇവർ ആചരിച്ചില്ല. ഇവരെന്തു സംഭവിച്ചത് ഈ 1 വർഷം? അവർക്കൊന്നിനും കുറവില്ലെന്നേ. അവരെന്തിനാ പോകുന്നത്? അവർ സമൃദ്ധിയുടെ നടുവിലാണ് നടക്കുന്നത്. അപ്പത്തിനപ്പം, വെള്ളത്തിന് വെള്ളം, ഇറച്ചിക്ക് ഇറച്ചി, പ്രൈസലാലിയ, മേഘസ്തംഭം, അഗ്നിസ്തംഭം, ഒന്നിനും കുറവില്ല. അപ്പോൾ അവർ മറന്നുപോയത് എന്തുവാ? ദൈവത്തെ ആരാധിക്കുന്നത്. പെസഹ ആചരിക്കണമെന്ന് എല്ലാ വർഷവും ഇത് ഒരു ഓർമ്മ നാളായിട്ട് മനസ്സിൽ വെച്ചുകൊണ്ട് ദൈവത്തെ ആരാധിക്കണമെന്ന്, ആ ഉത്സവം ആചരിക്കണമെന്ന് പറഞ്ഞ ഭാഗം ഇസ്രായേൽ ജനം 1 വർഷം മറന്നു. 2ാമത്തെ വർഷമായപ്പോൾ പരിശുദ്ധാത്മാവ് മോശയിലൂടെ വെളിപ്പെടുത്തി കൊടുക്കുന്നു, ഇത് കൃത്യമായിട്ട് നിങ്ങൾ ആചരിക്കണം. അതാ ഞാൻ പറഞ്ഞത്, ദൈവം എന്തെങ്കിലും ഒരു ഉപകാരം ചെയ്തിട്ടുണ്ടെങ്കിൽ അവർ ഇറങ്ങിത്തിരിച്ച സമയമെന്ന് ഓർക്കണേ. ദൈവം ചെയ്ത ഉപകാരമാണോ അവർക്ക്? അതുവരെ അനുഭവിച്ചതാകുന്ന കഷ്ടത ഈ പെസഹയുടെ ആചരണത്തോടുകൂടി അവർക്ക് വിട്ടുപോവുകയാണ്. സംഹാരകൻ കടന്ന് മിസ്രൈമിലുള്ള ജനത്തെ മുഴുവനും കൊന്നൊടുക്കുമ്പോൾ, ആദ്യജാതന്മാരെ കൊന്നൊടുക്കുമ്പോൾ കട്ടളമേലും കുറുമ്പടിമേലും അല്ലെങ്കിൽ രക്തത്തിന്റെ അടയാളമുള്ള ഭവനത്തെ സംഹാരകൻ വിട്ടുപോകുന്ന സമയത്ത് അല്ലെങ്കിൽ ഇവർ ആചരിച്ചു കൊണ്ടിരിക്കുന്ന ആ ഉത്സവം പോലെ ഈ പെസഹ ഇവരുടെ ജീവിതയാത്രയിൽ ഇവർ മറന്നു. അതിനെ ദൈവത്തിന്റെ ആത്മാവ് ഓർമ്മിപ്പിക്കുന്ന എപ്പോഴാ? 2ാമത്തെ വർഷത്തിലേക്ക് വരുമ്പോഴാ. സംഖ്യാപുസ്തകം 9:1 മുതൽ വായിക്കുമ്പോൾ അല്ലെങ്കിൽ ദൈവത്തിന്റെ ആത്മാവ് അവരെ ഓർമ്മിപ്പിക്കുകയാണ്, നിങ്ങൾ നിശ്ചയിച്ച സമയത്ത് തന്നെ ആചരിക്കണം. ദൈവത്തിനൊരു സമയമുണ്ടെന്ന്. ആ സമയത്തിന് തന്നെ നിങ്ങൾ എന്ത് ചെയ്യണം? ആചരിക്കണം. ദൈവം നിങ്ങൾക്കൊരു നന്മ നൽകിയെങ്കിൽ, ദൈവം നിങ്ങൾക്കൊരു അനുഗ്രഹം നൽകിയെങ്കിൽ, ദൈവം നിങ്ങൾക്കൊരു ഉപകാരം നൽകിയെങ്കിൽ, ആ ഉപകാരങ്ങൾ ദൈവം അനുവദിക്കുന്നതാകുന്ന സമയങ്ങളിലൊക്കെ നിങ്ങൾ എന്തു ചെയ്യണം? ആചരിച്ചോണം, ഓർത്തുകൊള്ളണം. ഓർത്തില്ലെങ്കിൽ ദൈവം നിങ്ങളെ ഓർമ്മിപ്പിക്കും. ആ ദൈവമാണ് എൻ്റെ ദൈവം എന്ന് പറയുന്നത്. ഇസ്രായേൽ ജനം മറന്നുപോയി 1 വർഷക്കാലം. 2ാമത്തെ വർഷത്തിലേക്ക് എത്തപ്പെട്ടവർ ഇറങ്ങിത്തിരിച്ചപ്പോൾ ആചരിച്ചതാകുന്ന ഈ പെസഹ അവർ 1ാമത്തെ വർഷം ആചരിച്ചില്ല. 2ാമത്തെ വർഷത്തിലേക്ക് എത്തിയപ്പോഴാണ് ദൈവത്തിന്റെ ആത്മാവ് ഒരു സമയം അനുവദിച്ചു കൊടുക്കുന്നു. ഈ സമയത്ത് തന്നെ ആചരിച്ചോണം. അത് ഇന്നും അവർ ആചരിക്കുന്നു, ഇസ്രായേൽ ജനം. എൻ്റെ ഒരു കൂട്ടുകാരുടെ വൈഫ് അലലിയ ഈ ഇസ്രായേലിലുണ്ട്. പെസഹയുടെ ആചരണ സമയത്തൊക്കെ അവർ വീഡിയോ ഇടാറുണ്ട്. ആ ഇസ്രായേൽ ജനം അത് ഇന്നും ആഘോഷിക്കുകയാണ്. കാരണം എന്തോ? പ്രമാണം അവരുടെ കയ്യിലിരിക്കുകയാണ്. നമ്മളോ? ദൈവം നമ്മുടെ ജീവിതത്തിൽ ചെയ്തതാകുന്ന ഉപകാരങ്ങൾ, ദൈവം നമ്മുടെ ജീവിതത്തിൽ ചെയ്തതാകുന്ന ആനുകൂല്യങ്ങൾ, ദൈവം നമ്മുടെ ജീവിതത്തിൽ ചെയ്തതാകുന്ന നന്മകൾ എത്രമാത്രം നമ്മൾ മറന്നുപോയിട്ടുണ്ട്. ഈ വചനത്തിന് മുമ്പിൽ നമ്മെ തന്നെ ഒന്ന് വിചിന്തനം ചെയ്യുവാൻ ഇടയാകട്ടെ. ഈ വചനത്തിന് മുമ്പിൽ നമ്മെ തന്നെ ഒന്ന് താഴ്ത്തുവാൻ ഇടയാകട്ടെ. കർത്താവേ, ഞാൻ എന്തെങ്കിലും മറന്നുപോയെങ്കിൽ, വീണ്ടെടുപ്പുകാരനായ ക്രിസ്തുവിന്റെ സാദൃശ്യമാണ് പെസഹ എന്ന് പറയുന്നത്. നമുക്ക് ആചരിക്കുവാൻ ഒരു ഉത്സവം പോലെ നമ്മുടെ ക്രിസ്തു നമ്മുടെ മധ്യയുണ്ട്. അല്ലല്ലിയ, ഈ പെസഹ ആചരിക്കുന്നത് 1-ാം ദിവസവും 7-ാം ദിവസവും ആചരിക്കണമെന്നായിരുന്നു. എന്ന് പറഞ്ഞാൽ ഒരാഴ്ചയിലെ മുഴുവൻ ദിവസങ്ങളും ഈ പെസഹയോടുള്ള ബന്ധത്തിലുള്ള ദിവസങ്ങളാണ്. ആദ്യത്തെ ദിവസം ആചരിക്കണം, 7-ാമത്തെ ദിവസം. അപ്പോൾ ആരാധന ആദ്യത്തെ ദിവസവും ആരാധിക്കണം, 7-ാം ദിവസവും ആരാധനയുണ്ട്. അപ്പോൾ ഈ ബാക്കിയുള്ള സമയങ്ങളൊക്കെ എന്തുവാ? ഇതിനോടുള്ള ബന്ധത്തിൽപ്പെട്ട് കിടക്കുകയാണ്. അപ്പോൾ നമ്മുടെ ക്രിസ്ത്യ ജീവിതം മരുപ്രയാണ യാത്രയിൽ നമ്മുടെ ആരംഭം മുതൽ ഹല്ലേലൂയ ദൈവത്തിൻ്റെ സന്നിധിയിൽ ഉപകാരങ്ങൾ ഒന്നിനു പുറകെ ഒന്നായി നമ്മുടെ ജീവിതത്തിൽ പ്രാപിക്കുന്നത് ദൈവസന്നിധിയിൽ ഓർത്തുകൊണ്ട് ദൈവത്തെ സ്തുതിക്കുവാൻ പറ്റുമോ? കണ്ണുകളെ അടയ്ക്കാൻ നമുക്കൊരു നിമിഷം പ്രാർത്ഥിക്കാം. യഹോവ തന്നെ വിളിച്ചപേക്ഷിക്കുന്നവർക്ക്, സത്യമായി തന്നെ വിളിച്ചപേക്ഷിക്കുന്നവർക്ക് യഹോവയാകുന്ന ദൈവം സമീപസ്ഥനാകുന്നു. അതാണ് എൻ്റെ ദൈവത്തിൻ്റെ സന്നിധിയിൽ നിന്ന് എനിക്ക് ലഭിക്കപ്പെടുന്ന ഉപകാരം എന്ന് പറയുന്നത്.
ഞാൻ വിളിച്ചപേക്ഷിച്ചാൽ എൻ്റെ സമീപസ്ഥനായി എൻ്റെ ദൈവം എൻ്റെ കൂടെയുണ്ട് എന്നുള്ളതാണ് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഉപകാരമെന്ന് പറയുന്നത്. ഞാൻ ഏത് പ്രതിസന്ധിയിലൂടെ കടന്നുപോയാലും, ഞാൻ ഏത് കണ്ണുനീരിൻ്റെ അവസ്ഥയിലൂടെ കടന്നുപോയാലും അതിലെ ഞാൻ ലജ്ജിതനായി പോകാതെ എന്നെ നിലനിർത്തുന്നതാകുന്ന ഒരു സാമീപ്യം, അത് ഞാൻ അനുഭവിക്കുന്നതിനാൽ നന്ദി എന്ന് ദൈവസന്നിധിയിൽ പറയുവാൻ പറ്റുമോ? അല്ലെ, ദൈവസന്നിധിയിൽ പറയുകയാണ്, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, എൻ മനമേ യഹോവയെ വാഴ്ത്തുക, എൻ്റെ സർവാന്തരംഗമേ അവൻ്റെ വിശുദ്ധനാമത്തെ വാഴ്ത്തുക, എൻ മനമേ യഹോവയെ വാഴ്ത്തുക, അവൻ്റെ ഉപകാരങ്ങളൊന്നും മറക്കരുത്. Bless the Lord, O my soul, and forget not all his benefit. ബെനിഫിറ്റ് എന്ന് പറയുന്നത് അതിന് മലയാളം അർത്ഥം ആനുകൂല്യം എന്ന് പറയും. ആനുകൂല്യങ്ങൾ പലപ്പോഴും നമ്മൾ മറന്നു പോകാറുണ്ട്. ആനുകൂല്യങ്ങൾ പലതും നമ്മൾ സ്വീകരിച്ചവരാ. ആനുകൂല്യങ്ങൾ മറക്കുമ്പോൾ മറന്നതിനെ ഓർമ്മിപ്പിക്കുന്നവനാകുന്ന ഒരു ദൈവമാണ് നമ്മുടെ ദൈവം. മറന്നുപോയ ആനുകൂല്യം മറന്നുപോയ ഒരു വ്യക്തിയായിരുന്നു ഹിസ്കിയാവ്. മറന്ന ആനുകൂല്യം, അല്ലെങ്കിൽ ഇസ്രായേൽ ജനം മുഴുവനും ദൈവത്തിൽ നിന്ന് ലഭിക്കപ്പെട്ട ആനുകൂല്യം അവർ മറന്നുപോയി. ദൈവം അവരെ ഓർമ്മിപ്പിക്കുവാനിടയായി. അവർ മടങ്ങി വന്നു. ഹിസ്കിയാവ് ദൈവസന്നിധിയിൽ ആനുകൂല്യങ്ങൾ അപറന്ന് എങ്കിൽ തരും അവൻ ഒറ്റ നിമിഷത്തിനുള്ളിൽ തന്നെ അവൻ ആ ആനുകൂല്യം ദൈവമാണ് നൽകിയതെന്നുള്ള കാര്യത്തിലേക്ക് അവൻ മടങ്ങി വന്ന് അവൻ്റെ ഗർവത്തിൽ നിന്നും അവൻ വിടുതൽ പ്രാപിക്കുവാനിടയായി. നമ്മുടെ ജീവിതത്തിൽ എത്രയെത്ര ആനുകൂല്യങ്ങൾ ദൈവസന്നിധിയിൽ നമുക്ക് പ്രാപിക്കുവാൻ കഴിഞ്ഞിട്ടുണ്ട്. ഇന്ന് പകൽക്കാലം ഒന്ന് ഓർക്കുവാൻ പറ്റുമോ? കർത്താവേ, എനിക്കും എൻ്റെ കുടുംബത്തിനും ദൈവം നൽകപ്പെട്ടിരിക്കുന്നതാകുന്ന ആനുകൂല്യം അത് എണ്ണിയാൽ തീരത്തില്ലപ്പ. അശൂർ സൈന്യം ഹിസ്കിയാവിൻ്റെ മുമ്പിൽ കടന്നു വന്നപ്പോൾ അവർ വിചാരിച്ചത് ഹിസ്കിയാവും ഇസ്രായേൽ ജനവും ലജ്ജിതരായി പോകുമെന്ന. ദൈവത്തിൻ്റെ ആനുകൂല്യമായിട്ട് ഒരൊറ്റ ദൂതനെ അയച്ചപ്പോൾ അശൂർ സൈന്യം മുഴുവനും ലജ്ജിതരായി മടങ്ങിപ്പോകേണ്ടി വന്നു എന്ന് ദൈവത്തിൻ്റെ വചനം. ഞങ്ങളുടെ ജീവിതയാത്രയിലും ലജ്ജിച്ചു പോകുവാനിടയാകാത്തത് കർത്താവേ, നിന്റെ ആനുകൂല്യം ഞങ്ങളുടെ ജീവിതത്തിൽ പ്രാപിച്ചത് കൊണ്ടാണ്. അനേകർക്ക് ലഭിക്കാത്തതാകുന്ന ആനുകൂല്യങ്ങൾ, ഉപകാരങ്ങൾ കർത്താവേ ഞങ്ങളുടെ ജീവിതത്തിൽ അങ്ങ് നൽകിയതിനാൽ നന്ദിയപ്പ. എത്ര വർണ്ണിച്ചാലും മതിയാകയില്ല. ദൈവസന്നിധിയിൽ ദൈവം ഞങ്ങളുടെ ജീവിതത്തിൽ നൽകപ്പെട്ട എല്ലാ ഉപകാരങ്ങളും പലതും ഞങ്ങൾ മറന്നുപോയെങ്കിലും കർത്താവേ, ഈ ദിവസങ്ങളിൽ ഞങ്ങളെ ഒന്ന് ഓർമ്മിപ്പിച്ച് ദൈവത്തിങ്കിലേക്ക് ഞങ്ങളൊന്ന് മടങ്ങി വന്ന് ദൈവം ചെയ്തതാകുന്ന ഉപകാരങ്ങൾ എണ്ണി എണ്ണി പറഞ്ഞ് ദൈവത്തെ സ്തുതിക്കുവാൻ, ലഭിക്കപ്പെടുന്നതാകുന്ന ആയുഷ്കാലം മുഴുവനും ഞങ്ങളുടെ പ്രാണപ്രിയനെ ഉയർത്തിക്കാട്ടുവാൻ കർത്താവേ, നീ ഞങ്ങളെ സഹായിക്കണമെന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ ഹൃദയത്തിൻ്റെതാകുന്ന വിചാരങ്ങളെ, ചിന്തകളെ അറിയേണ്ടതിനു വേണ്ടി യഹോവയാകുന്ന ദൈവം പരീക്ഷിക്കുവാനും വേണ്ടി അല്ലെങ്കിൽ ഏൽപ്പിച്ചു കൊടുത്തതുപോലെ ഞങ്ങളെയും കർത്താവെ പരീക്ഷയിലൂടെ ഞങ്ങളെ കടത്തിവിട്ടാലും കർത്താവെ, അല്ലെങ്കിൽ ഞങ്ങളുടെ ഹൃദയത്തിൽ നിന്നും വരുന്നതൊന്നും കർത്താവിന് വിപരീതമായി തീരുവാൻ അല്ലെങ്കിൽ ഇടയാകരുതേ എന്ന് ദൈവത്തോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേട്ടതിനാല് സ്തോത്രം. ഞങ്ങളുടെ ജനത്തെ അനുഗ്രഹിച്ചതിനാല് സ്തോത്രം. അടിയനെയും ബലപ്പെടുത്തിയതിനാല് സ്തോത്രം. യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ.